നീയുറങ്ങിയോ നിലാവേ, മഴനിലാവേ, പെയ്തിറങ്ങി വാ തുളുമ്പും മിഴിതലോടാൻ ഒരു താരാട്ടിൻ തണലായി മാറാ നറുവെൺ തൂവൽ തളിരാൽ മൂടാ ഇടനെഞ്ചിൽ കൂട്ടും കാണാ കൂട്ടിൽ ഇടറും കിളിയുറങ്ങ്. നീയുറങ്ങിയോ നിലാവേ, മഴനിലാവേ. മനസ്സിനുള്ളിലെങ്ങോ മിന്നിത്തെന്നും മയിൽ പീലി പൂവാടിയോ, തണലിലിടവേൽക്കും ഉള്ളിനുള്ളിൽ ചെറുമുള്ളുകൾ കൊണ്ടുവോ. നീ വിതുമ്പിയെന്നാൽ പിടയുന്നതെൻ്റെ കരളല്ലയോ, ഓളക്കാറ്റായി തഴുകിടാം ഓമൽ പാട്ടായി ഒഴുകിടാം ഉരുകാതുതിരാതുറങ്ങാൻ മലർമകളേ വായോ. നീയുറങ്ങിയോ നിലാവേ, മഴനിലാവേ, പെയ്തിറങ്ങി വാ തുളുമ്പും മിഴിതലോടാ. കുരുന്നു ചിറകോടി കൊഞ്ചിത്തുള്ളും കുളിർ മഞ്ഞു നീർത്തുമ്പികൾ, അരിയ തിരിനാളം ദൂരെ കണ്ടാൽ പുതുപൂവു പോൽ പുൽകുമോ. വേനലാണു ദൂരെ വെറുതെ പറന്നു മറയല്ലേ നീ, വാടിപ്പോകും കനവുകൾ നീറിപ്പൊള്ളും ചിറകുകൾ, മനസ്സിൻ മടിയിൽ മയങ്ങാൻ കിളിമകളേ വായോ. നീയുറങ്ങിയോ നിലാവേ, മഴനിലാവേ, പെയ്തിറങ്ങി വാ തുളുമ്പും മിഴിതലോടാ ഒരു താരാട്ടിൻ തണലായി മാറാ നറുവെൺ തൂവൽ തളിരാൽ മൂടാ ഇടനെഞ്ചിൽ കൂട്ടും കാണാ കൂട്ടിൽ ഇടറും കിളിയുറങ്ങ്. നീയുറങ്ങിയോ
നിലാവേ മഴനിലാവേ സൂപ്പർ. അഭിനവ് എന്തോ എങ്ങനെയുണ്ടായി? നന്നായിട്ട് പാടാൻ പറ്റി തോന്നുന്നു. നീ നന്നായിട്ട് ഉറങ്ങിയെന്ന്? ഓ ശരിക്കും? ഇന്നലെ നേരം ഉറങ്ങാൻ പറ്റിയില്ല. എന്താ ഈ പാട്ട് കാരണം. അവന് ഈ പാട്ടുകാരൻ ഇന്നലെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. എന്താ മക്കളെ ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ ടെൻഷന്റെ പിന്നിൽ? അല്ല, ഈ പാട്ട് കുറച്ച് എനിക്ക് ടഫ് ഉണ്ടായിരുന്നു സാറ്. ടഫ് ഉണ്ടായിരുന്നു? ടഫായിരുന്നു? ടഫായിരുന്നു. ടഫായി തോന്നി? ഓക്കെ, നമുക്ക് ചോദിച്ചു നോക്കാം. ചോദിക്കാം. ശ്രീരാം സർ. അഭിനവ് അസലായിട്ട് പാടി. താങ്ക് യു സാർ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സാർ. ഈ ഉറക്കമില്ലാതായതിന്റെ കാരണം എന്തോ എനിക്ക് ഞാൻ ഊഹിച്ചെടുക്കാവുന്നത് അതിനകത്ത് എന്തോ ഒരു പോർഷനിലുള്ള ഒരു ബേസ് നോട്ടായിരിക്കും അല്ലേ? അത് സർ കണ്ടുപിടിച്ചു. അല്ല, എല്ലാവർക്കും മിക്കവാറും ഈ ഒരു പ്രായത്തിൽ ആ ശബ്ദം ചേഞ്ചായി മോന് നന്നായിട്ട് സെറ്റായിട്ടുണ്ട് വോയിസ്. താങ്ക് യു സാർ. ആൻഡ് ആ ഒരു പോർഷൻ അവിടെ ഇരിക്കട്ടെ. അല്ല, മറ്റുള്ള സ്ഥലത്തൊക്കെ കംപ്ലീറ്റ് ഗംഭീരമായിട്ട് പാടി. താങ്ക് യു സാർ. ആൻഡ് രസിച്ച് പാടി മോൻ. അങ്ങനെ സാധാരണഗതിയിൽ ആ ഒരു ടെൻഷൻ ഒന്നും കണ്ടില്ല. നന്നായിട്ട് എൻജോയ് ചെയ്ത് പാടി. ആൻഡ് അങ്ങനെ ആ ഒരു റേഞ്ച് പോകണമെന്നുണ്ടെങ്കിൽ മോൻ എന്ത് ചെയ്യണം? വി ആർ കമ്മിങ് ടു ദ പോയിന്റ്. എല്ലാവരും ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല. നമ്മള് യോഡ്ലിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്, അറിയാവോ? യോഡ്ലിംഗ്. ഇല്ല സാർ. യോഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ നമ്മുടെ ഓക്ടേവില് നമ്മുടെ പാടുന്ന ഹ്യൂമൻ വോക്കൽ കോഡ് വന്നിട്ട് സാധാരണഗതിയിൽ ഒരു ശബ്ദമാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ആ ഒരു ശബ്ദം അല്ല, അത് ഒരുപാട് ഹാർമോണിക്സ് അതിനകത്തുണ്ട്. അപ്പോൾ ആ ഹാർമോണിക്സിനെ കൺട്രോൾ ചെയ്യുന്ന തരത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അനുപ ഏതെങ്കിലും ഒരു നോട്ട് പിടിച്ച ഒരു ചുമ്മാ ഒരു കേട്ടോ. ആ വെട്ടി അങ്ങനെ വരണം. ശരി. അല്ലാതെ ഓ എന്ന് മറ്റേ സൂചിപ്പിച്ച് പാടരുത്. കറക്റ്റായിട്ട് ഒന്ന് പാടാൻ ശ്രമിച്ചു നോക്കിയേ. ഫാൾസെറ്റോ അതല്ല. യെസ് യെസ്, അതന്നെ. അതിന്റെ ഇപ്പൊ കറക്റ്റായിട്ട് വന്നു. അതിന്റെ ഓക്ടേവ് വരണം. അത് വരണം. അത് വന്ന് അത് ഓരോ സ്വരങ്ങളും അങ്ങനെ എല്ലാ സ്വരങ്ങളും നമ്മൾ ഒരു ഓക്ടേവ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ സാർ. ആ പാടുമ്പോൾ താഴോട്ട് നോക്കേണ്ട ആവശ്യം വരില്ല. നിവർന്ന് നിന്ന് തന്നെ പാടാൻ പറ്റും. ദാറ്റ് ഈസ് ദ ഓൺലി വേ ടു ഗെറ്റ് ദ ബേസ് നോട്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു സർ. താങ്ക് യു. ശരത് സർ. മക്കളെ, പറഞ്ഞ ഒരു എക്സസൈസ് കേട്ടല്ലോ. പിന്നെ അതുപോലെ ഉറക്കം വേണോടാ. ഒരു മിനിമം ഒരു 7 to 8 hours ഉറങ്ങണം. അപ്പോൾ നമ്മൾ അത് വോക്കൽ കോഡിനാണ് നല്ലത്. അല്ലാതെ ചുമ്മാ ചിലച്ചോണ്ട് നടന്നിട്ട് 1 മണിക്കൂർ കിടന്ന് ഉറങ്ങിയിട്ട് വന്ന് പാടാൻ പറ്റത്തില്ല. നിനക്ക് വോക്കൽ അതിനൊക്കെ ഒരു റെസ്റ്റ് കൊടുക്കണ്ടേ? നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു റെസ്റ്റ്. അപ്പോൾ അത് കിടന്ന് സുഖമായിട്ട് ഉറങ്ങുക. പിന്നെ ഒരു പാട്ട്. ഓക്കെ, ഇതൊക്കെ ആരാണെന്നൊക്കെ പറഞ്ഞ് കേൾക്കട്ടെ. ഇന്നത്തെ ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാറ്, മ്യൂസിക് SP വെങ്കടേഷ് സാറ്, സിനിമ ഹിറ്റ്ലർ, പാടിയത് യേശുദാസ് സാർ. നന്നായിട്ട് പാടിയടാ. താങ്ക് യു സാർ. നല്ല സുഖമായിട്ട് പാടി കേട്ടോ. അത് പറയാതിരിക്കാൻ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. നമ്മുടെ വെങ്കടേഷ് അണ്ണൻ്റെ ഒരു പാട്ട് നന്നായിട്ട് തന്നെ പാടി. എനിക്ക് ആകെ ഉള്ള ഒരു മയിൽപ്പീലി പൂവാടിയോ ഒന്ന് പാടാമോ മോനെ? മയിൽപ്പീലി പൂവാടിയോ മയിൽപ്പീലി പൂവാടിയോ മയിൽപ്പീലി പൂവാടിയോ. ഇപ്പൊ മോന് കുഴപ്പമില്ല. മുമ്പ് പാടുമ്പോഴായിരുന്നു ഒരു ഭീകരാവസ്ഥ. അതേ ഉള്ളൂ. അത് നമ്മളൊരു കൃത്യതയോടെ പാടുക. വേറൊന്നുമില്ല. വളരെ മനോഹരമായിട്ട് പാടി. താങ്ക് യു സാർ. നല്ല സുഖമായിട്ട് പാടിയടാ. ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ചേച്ചി. അഭിനവ്. എന്തോ മാം? സൂപ്പർ. താങ്ക് യു മാം. ഇതിന് പ്രത്യേകിച്ച് വാക്കുകളില്ല, കാരണം നല്ല ഫീലായിരുന്നു. അസലായിട്ട് ആസ്വദിച്ച് പാടി. ഈ പറഞ്ഞ പേടിയും ടെൻഷനും ഒന്നും തോന്നിയില്ല. ഉള്ളിൽ വെപ്രാളുണ്ടായിരുന്നെങ്കിലും പക്ഷെ ആ മൊത്തത്തിൽ ആ പാട്ട് ഗംഭീരാക്കി. താങ്ക് യു മാം. അത് നമ്മുടെ സൂപ്പർ ഓർക്കസ്ട്ര പൊളിച്ചടുക്കി. കിട്ടില്ലായിരുന്നോ?
ഒന്നാമത് ഇത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ SP വെങ്കിടേഷ് സാറിന്റെ പാട്ടുകളിൽ ആ ഒരു ഇന്നസെൻസ് ഉണ്ട്, ഒരു ഓമനത്വം ഉണ്ട്. അപ്പൊ ആ പാട്ടില് നമുക്ക് വല്ലാത്തൊരു ഫീലാണ്. ശരിക്കും മോനെ ഈ സെലക്ഷൻ ഗംഭീരായി ഒന്നാമത്, പിന്നെ അത് നന്നായിട്ട് പാടി, ബ്യൂട്ടിഫുൾ. താങ്ക് യു മാം. താങ്ക് യു മഞ്ജരി ചേച്ചി. എടാ നല്ല കമന്റ്സ് ചോദിക്കാം. എന്ത് മാർക്സ് ഓ പാറുവിന്റെ ദൗത്യം അങ്ങ് ഏറ്റെടുത്തു. ചോദിക്കാൻ ചോദിക്കാനൊക്കെ. നിനക്കിന്ന് മാർക്കില്ല, പൊക്കോ നീ. കൊടുക്കണ്ട സാർ. തരില്ലടാ നിനക്കാണ്. ആ അയ്യോ ഞങ്ങളുടെ പാറുവിനെ വിഷമിപ്പിച്ച് ഇവിടെ ആരും മാർക്കും നേടിയതായിട്ട് ചരിത്രമില്ല. ഇല്ല. ഞാൻ സോറി പറയാം. സോറി. അയ്യോ ഞാൻ സോറി പറയാം. ശരത് സാർ യെസ് മാർക്ക്. മക്കളെ എന്താ സാർ? 8.8 മാർക്സ്. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ചേച്ചി അഭിനവ് എന്താ മാം? 9.1. താങ്ക് യു മാം. സൂപ്പർ. ശ്രീറാം സാർ എനിക്ക് മാർക്ക് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മറ്റേ ഈ ഇട്ടോ? മീൻ തൊട്ടിലിന്റെ ഭരണിക്കകത്തിന് ഇട്ടിട്ടുണ്ട്. സോ ടോട്ടൽ 17.9.